സഹിച്ച് മടുത്തു എന്നൊക്കെ പറയാറില്ല. സഹനം നമുക്കൊരു മടുപ്പായിട്ട് മാറുന്നുണ്ട്. ജീവിതത്തിൽ സഹനമില്ലാത്തത് ആർക്കാണ്? സഹനമില്ലാത്ത ഒരു ജീവിതമുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതും ആയിക്കൊള്ളട്ടെ, പല രീതിയിൽ നമ്മൾക്ക് ഓരോ ദിവസവും സഹിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ സഹിക്കുന്ന വ്യക്തി എന്നാണ്. സഹനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മരിച്ചു പോയാലോ എന്ന് പോലും ചിന്തിച്ചിട്ടില്ലേ? ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മടുത്തു പോകുമ്പോൾ ദൈവത്തെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുമില്ലേ? എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുകയാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നുള്ളത്. സഹനം രക്ഷയിലേക്കുള്ളൊരു വഴിയാണ്. വിശുദ്ധ അൽഫോൻസാമ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അൽഫോൻസാമ സഹിച്ചതിനേക്കാളും കൂടുതൽ സഹിച്ചിട്ടുള്ള മനുഷ്യരും ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും വിശുദ്ധരായിട്ടില്ല. അവരുടെ കബറിടങ്ങൾ ഇപ്പോഴും പുല്ല് പിടിച്ച് കിടക്കുമ്പോൾ അൽഫോൻസാമയുടെ കബറിടത്തിലേക്ക് എന്തുകൊണ്ടാണ് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നത്? അവളുടെ ജീവിതത്തെ സഹനങ്ങളെല്ലാം അവൾ കൃപയാക്കി മാറ്റി എന്നുള്ളതാണ്. കൊച്ചുറേസ്യ പുണ്യാളത്തി വരെ പറയില്ലേ, ഒരു പേപ്പർ എടുത്തിടുമ്പോഴും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും അത് ദൈവമഹത്വത്തിനായിട്ട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ, കാഴ്ചവെക്കുമ്പോൾ അതെല്ലാം കൃപയായിട്ട് മാറുന്നു. ഒരൊറ്റ ചോദ്യം മാത്രം, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അത് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണോ? അതോ ഇവരെ പോലെയൊക്കെ എനിക്കിതെല്ലാം കൃപയാക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ? ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ അതെല്ലാം പിറുപിറുപ്പോടെ പഴിചാരിക്കൊണ്ട് നഷ്ടമാക്കി കളയാതെ ഓരോ ദിവസവും നമ്മൾ ഏറ്റെടുക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന സഹനത്തിൻ്റെ വേദനയുടെ സാഹചര്യങ്ങളെല്ലാം കൃപയാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. ഓരോ സഹനവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അത് കൃപയുടെ ബോണസ് പോയിന്റുകളാണ്.